പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിനെ ആഴത്തിൽ അറിഞ്ഞ് ആത്മീയ ജീവിതത്തിലൊന്ന് വളരാൻ, പ്രിയ ദൈവത്തിലേ നമ്മുടെ പിതാവുമായിട്ട് ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ. ദൈവവുമായിട്ട് തന്നെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യണം. നാം അവൻ്റെ മക്കളല്ലേ. അത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തെടുക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയും. സ്വർഗീയ പിതാവ് തൻ്റെ മനസ്സപ്പോൾ നമുക്ക് തീർച്ചയായും പൊഴിച്ചു തരും. ഇന്നൽപ്പം നേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 42 1-2 വാക്യങ്ങൾ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്തുവാന്ന് വെച്ചാൽ, നമ്മുടെ സ്നേഹനിധിയായ കർത്താവിൻ്റെ സ്നേഹത്തെ നാം വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അങ്ങനെ നാം മനുഷ്യരെ സ്നേഹിക്കുന്നവരായിരിക്കണം. അത് ചെയ്യാനായിട്ടുള്ള ഏക മാർഗം ഓരോ ദിവസവും യേശു കർത്താവിനെ കൂടുതൽ നാം അറിയുക എന്നതത്രേ. In order to understand your identity in Christ, your nature and traits as a daughter of God, you need to set aside some time to interact with the Father. Praise God. അപ്പനുമായിട്ടൊരു ഇൻ്ററാക്ഷൻ, അതിനുവേണ്ടി സമയം ചെലവഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രകൃതിക്ക് ഒരു വ്യത്യാസം വരത്തുള്ളൂ കുഞ്ഞെ. അതിന് നീ ഒന്ന് ശ്രമിക്കാമോ? എങ്ങനെ മാറിയിരിക്കും? ആ സമയത്ത് എന്ത് ചെയ്യും? വചനം വായിക്കാം, പ്രാർത്ഥിക്കാം, അത് ധ്യാനിക്കാം, മനസ്സിനൊരു പുതുക്കം ഏറ്റെടുക്കാം. പ്രൊഡക്റ്റീവായിട്ട് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയണം. ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഓർഡർ, ഒരു പാത്ത്. എങ്ങനെയാണെന്നറിയാമോ? എന്തിനാണെന്നറിയാമോ? നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ ദൈവത്തോടു കൂടെ നടക്കാൻ. അതിന് നാം അവൻ്റെ ശബ്ദം ശ്രദ്ധിക്കണം. അവൻ്റെ സ്വഭാവം നമ്മിൽ നാം മാനിഫെസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ എല്ലാ വഴികളിലും നാം അവനെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. എന്നിട്ട് ദൈവം നമ്മെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നോ അത് നാം ഫുൾഫില്ല് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ഗോഡ്. മിക്കവരും പറയുന്നൊരു പരാതിയാണ്, ഒട്ടും സമയം ദൈവസന്നിധിയിൽ ഇരിക്കാൻ കിട്ടുന്നില്ല എന്ന്. പക്ഷെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന സകല സംഗതിക്കും സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ദൈവത്തിന് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, തൻ്റെ പിതാവാകുന്ന ദൈവത്തോട് ചേർന്ന് കുറച്ച് സമയം ചെലവഴിക്കണം എന്നുള്ളത്. അത് ഹി മോഡൽഡ് ഇറ്റ്, നമുക്കവൻ കാണിച്ചു തന്നതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു അൺകോംപ്രമൈസിങ് പ്രിൻസിപ്പിൾ ഉള്ളത് ദൈവത്തോടു കൂടെ നടക്കുന്നതിൽ പലരും അവൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ അങ്ങ് വിട്ടു നിൽക്കും. നാം എങ്ങനെയാണെന്നറിയാമോ അവൻ്റെ ശബ്ദം കേൾക്കുന്നത്? വചനവുമായിട്ട് ഇരുന്ന് സമയം പ്രാർത്ഥനയോടെ അവൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്തിന് പലരും പറയുന്നതാണ് ക്വയറ്റ് ടൈം അലോൺ വിത്ത് ഗോഡ്, അല്ലെങ്കിൽ പേഴ്സണൽ ഡിവോഷൻ വേണമെങ്കിൽ പറയാം. ഞാനൊരു ഡിവോഷണൽ സ്റ്റഡിയാണ് എന്നും രാവിലെ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. ദൈവവുമായിട്ടുള്ള ആ ഒരു സമയത്തിൽ നമ്മുടെ ഹൃദയം അവനെ അന്വേഷിക്കുന്നതായിരിക്കണം. അവൻ്റെ ഇഷ്ടത്തെ തിരയുന്നൊരു ഹൃദയമായിരിക്കണം. അതിനകത്ത് നമുക്കപ്പോൾ ചില സ്പിരിച്വൽ ഡിസിപ്ലിൻസൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നത് നമ്മുടെ ക്വയറ്റ് ടൈമിൽ മാത്രമല്ല, അതിനകത്ത് മാത്രം ലിമിറ്റഡായിട്ട് നിൽക്കുന്നതല്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞത്
ഇറ്റ് ഈസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട് ഓർ ട്രാൻസ്ഫോം അവർ വേസ്. അതായത് മാറിയിരുന്ന് ദൈവത്തിൻ്റെ സന്നിധി ചിലവഴിക്കുന്ന നമ്മുടെ രാവിലത്തെ സമയം ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അപ്പം മാത്രമല്ല ദൈവം സംസാരിക്കുന്നത് കേട്ടോ. യേശു കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചിന്താഗതിയിലൊക്കെ നാം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നാം ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നാം ആദ്യം അന്വേഷിക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കാര്യമല്ലേ? ആണോ? നമ്മൾ ആ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് പയ്യെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്ത് ഒരു ശീലമായി വരുമ്പോൾ നമുക്കറിയാം, ആ സമയത്ത് മാത്രമല്ല കോൺസ്റ്റൻ്റ്ലി ത്രൂ ഔട്ട് ദ ഡേ വി വിൽ ബി ടോക്കിംഗ് ടു ദ ഫാദർ. സാഹചര്യം എന്തുമായിക്കോട്ടെ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ തുടർമാനമായ സ്തുതിയോടെ ഓട്ടോമാറ്റിക്കായിട്ട് അവങ്കിലേക്ക് നാം അടുത്ത് ചെല്ലും. അപ്പം ഈ ക്വയറ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോടു കൂടെ മാത്രം ഇരിക്കാൻ, എലോൺ വിത്ത് ഗോഡ് ആയിരിക്കാൻ തക്കോണം അല്പസമയം മാറ്റി വെക്കുന്നതാണ്. കുഞ്ഞെ, നീ ഒരു ഫാക്ടറിയിലോ ഒരു ഓഫീസിലോ വർക്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല സമയം അതിന് രാവിലെ തന്നെയാണ്. നമ്മുടെ ദിവസത്തിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം സെലക്ട് ചെയ്യുക. നിനക്കറിയാം നിൻ്റെ ജീവിതത്തിൽ ഏത് സമയം നിനക്ക് ഒട്ടും ഇൻ്ററപ്ഷൻസ് ഇല്ലാത്തതെന്ന്. ചില അമ്മമാർ അവരുടെ ക്വയറ്റ് ടൈമായിട്ട് അവർ പ്രിഫർ ചെയ്യുന്ന അവരുടെ കുഞ്ഞുങ്ങളെല്ലാം രാവിലെ സ്കൂളിലേക്ക് വിട്ട് അവരുടെ ഹസ്ബൻഡ്സൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോഴാണ്. എന്നാൽ ഇന്നിപ്പം വർക്ക് ഫ്രം ഹോം അല്ലേ കൂടുതലും. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയട്ടെ, ഒരു ബെറ്റർ ചാൻസ് ഓഫ് സോളിറ്റ്യൂഡ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ലഞ്ചിന് ശേഷമായിരിക്കും. കുഞ്ഞെ, നിൻ്റെ ബെസ്റ്റ് ടൈം ദൈവത്തോടുകൂടെ എലോണായിട്ടിരിക്കുന്നത് നൈറ്റാണെങ്കിൽ അന്ന് പകലത്തെ എല്ലാ ജോലികളും തീർത്ത ശേഷം ഒരിക്കലും നീ മടി വിചാരിക്കാതെ സ്വർഗീയ പിതാവുമായിട്ട് സമയം എൻജോയ് ചെയ്യുവാൻ തക്കവണ്ണം ഒരുങ്ങി റെഡിയായി ചെയ്തോണം. ആ പിതാവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഇൻറ്റിമേറ്റ് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നിനക്ക് വചനം വായിക്കാം, നിനക്ക് പ്രാർത്ഥിക്കാം, നിനക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാം. നിനക്കൊരു ഡയറിയിൽ അല്ലെങ്കിൽ നിൻ്റെ ജേണലിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം. ആ സമയം ഒറ്റയ്ക്ക് ദൈവവുമായിട്ടിരുന്നപ്പോൾ നിനക്ക് കിട്ടിയ ചില ഇൻസൈറ്റ്സൊക്കെ നിനക്കതിനകത്ത് കുറിച്ച് വെക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പോലെ ഒത്തിരി 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 നോട്ട് ബുക്സ് എനിക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഡയറീസ് അല്ല ഞാൻ കേൾക്കുന്ന പ്രസംഗങ്ങളാണ്. എന്നാൽ ഈ നോട്ട് ബുക്സിനകത്ത് ചിലപ്പോൾ ഞാൻ അതെടുത്ത് നോക്കുമ്പോൾ, ചിലത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോകും. അയ്യോ കർത്താവേ, ഇങ്ങനൊരു ചിന്താഗതി നീ എനിക്ക് തന്നായിരുന്നല്ലോ. അത് പിന്നെ നോക്കുന്നത് നല്ലതാണ്. നാം ഇവിടുന്ന് പോയാലും ആർക്കെങ്കിലും എല്ലാം അത് പ്രയോജനപ്പെടും. എസ്പെഷ്യലി നമ്മുടെ മക്കൾക്കെന്ന് അങ്ങ് വെച്ചു. പ്രൈസ് ഗോഡ്. നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇത് ഉൾപ്പെടുത്തണമേ. ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം കേട്ടോ. ദൈവമായിട്ട് അല്പസമയം സ്പെൻഡ് ചെയ്യുവാൻ്റെ കൊണം കുഞ്ഞെ നീ റെഡി ആകണം. അത് തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. സങ്കീർത്തനം 119 147 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. Psalm 119 verse 147. ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. പ്രൈസ് ഗോഡ്. ശരിയാണോ അത്? ഉദയത്തിന് മുമ്പ് എഴുന്നേൽക്കുമോ? എഴുന്നേൽക്കുന്ന ഭക്തൻ പറയുന്നത് തൻ്റെ പ്രത്യാശ മുഴുവനും ദൈവത്തിൻ്റെ വചനത്തിലാണെന്ന്. എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? കർത്താവിൻ്റെ മനസ്സ്, കർത്താവിൻ്റെ ഹിതം, കർത്താവ് നമുക്ക് പൊഴിച്ചിട്ട് തരുന്ന അവൻ്റെ ആ വചനം നാം വായിക്കുമ്പോൾ നാം ഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിലനിർത്തുവാൻ കൊണം ഇടയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 138 സങ്കീർത്തനം 2 വാക്യം ഇങ്ങനെ പറയുന്നു. ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിൻ്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിൻ്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. വാഗ്ദാനത്തെ മഹിമപ്പെടുത്തുന്ന നല്ല കർത്താവിനെ സേവിപ്പാൻ
ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ്റെ ഗുണം നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ്റെ ഗുണം നീയുമായി എലോൺ വിത്ത് ഗോഡ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാൻ, ആ സമയത്ത് വായിക്കുന്ന വചനത്തിൽ കൂടെ നീ ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളോട് പറയാനുള്ളത് നീ പറയണം. ഞങ്ങളത് ധ്യാനിപ്പാൻ, അനുസരിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ വരുവാൻ തക്കോണം. ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ തക്കോണം. കർത്താവെ, ചില സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിനെ ആഴത്തിലറിഞ്ഞ് ആത്മീയ ജീവിതത്തിലൊന്ന് വളരാൻ, പ്രിയ ദൈവവേദലേ, നമ്മുടെ പിതാവുമായിട്ട് ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ? ദൈവവുമായിട്ട് തന്നെ ഇരുന്ന് സമയം